വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴ RYJD ക്യാമ്പ് തീവെപ്പ് കേസിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യവുമായി കേസിൽ പോലീസ് തുടരുന്ന അലംഭാവത്തിനെതിരെ RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 21-ന് വടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴയിൽ RYJD വിദ്യാർത്ഥി ജനതാ ക്യാമ്പിന്റെ പന്തലും കസേരകളും തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ ഒരു മാസമായിട്ടും പ്രതികളെ പിടികൂടാതെ പോലീസ് അലംഭാവം കാണിക്കുകയാണെന്നാരോപിച്ച് RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി 21-ന് വടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. പ്രതികളെ പിടികൂടും വരെ സമരം തുടരുമെന്ന് പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ SP ഓഫീസിന് മുന്നിൽ റിലേ സത്യാഗ്രഹം ഉൾപ്പെടെ നടത്തും. RJDയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളായ രാഷ്ട്രീയ യുവജനതാദളിൻ്റെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും പഞ്ചായത്ത് തല ഏകദിന പ്രവർത്തക ക്യാമ്പ് 2025 ഫെബ്രുവരി 16-ന് നടത്തുന്നതിന് വേണ്ടി വില്യാപ്പള്ളി പഞ്ചായത്തിലെ മൈക്കുളങ്ങര താഴെ തയ്യാറാക്കിയ പന്തലും കസേരകളും കൊടിതോരണങ്ങളും മാറ്റുകളും മേശകളും 2025 ഫെബ്രുവരി 16-ാം തീയതി പുലർച്ചെ ഏതാണ്ട് 1:30-നും 2 മണിക്കും ഇടയിലാണ് സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AP അമർനാഥ് വടകര പോലീസിൽ പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നായ വിരല അടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത ദിവസം പുലർച്ചെ 1:52 സമയത്ത് ദൃശ്യത്തിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചയാളെ വിശദമായി ചോദ്യം ചെയ്യാനോ ഫോൺ കോളുകൾ പരിശോധിക്കാനോ അയാൾ സഞ്ചരിച്ച വഴിയിലെ മറ്റ് CCTV പരിശോധിക്കാനോ അയാളുമായി അടുത്ത ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഫെബ്രുവരി 16-ന് പുലർച്ചെയാണ് ക്യാമ്പിനെ ഒരുക്കിയ പന്തലും കസേരകളും മറ്റും മേശയും ഉൾപ്പെടെ തീവെച്ച് നശിപ്പിച്ചത്. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിരുന്നു. അന്നേ ദിവസം പുലർച്ചെ 1:52-ന് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ ദൃശ്യം സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതിന്മേൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇയാൾ പോയ വഴിയെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. പോലീസ് നായമണം പിടിച്ച് ഓടി നിന്നത് ഇരുചക്ര വാഹനം ക്യാമറയിൽ കണ്ട സ്ഥലത്താണ്. ഇതൊന്നും പോലീസ് പരിഗണിച്ചില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ പാർട്ടി നേതാവിന്റെ വീട്ടിൽ ആയുധവുമായി വന്ന് ഭീഷണി മുഴക്കി. ഇതിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ ഓരോ വീടുകൾക്ക് മുന്നിലെത്തി ഭീഷണി തുടരുകയാണ്. 21-ന് രാവിലെ 10 മണിക്ക് ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AP അമർനാഥ്, ആയാടത്തിൽ രവീന്ദ്രൻ, KM ബാബു, വിനോദ് ചെറിയത്ത്, മുണ്ടോളി രവി എന്നിവർ പങ്കെടുത്തു.